നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സാക്ഷാൽ നരേന്ദ്രമോദി ഒരു പ്രണയ രോഗിയെ പോലെ ജോർജിയ മെലോനിയുടെ പിന്നാലെയാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഏതായാലും എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേര് പലതവണ വിമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം കേന്ദ്രമന്ത്രിസഭ ഇതിനെ തള്ളിക്കൊണ്ട് പറഞ്ഞത് ഇതൊക്കെ ഫേക്കാണ്, ഫേക്ക് പേപ്പേഴ്സാണ്, ഇത്തരത്തിലുള്ള ഫയൽസുകളെയൊന്നും ആധികാരികമായി മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിക്കൂ, ഈ ലോകരാജ്യങ്ങളിലുള്ള പ്രധാന ഭരണാധിപന്മാരായിട്ടുള്ള പലരുടെയും പേര് എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്നു. അതിനിടയിൽ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ്റെയോ ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്ങിൻ്റെയോ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോൺ ഉന്നിൻ്റെയോ ഒന്നും പേര് അതിനകത്തില്ല. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടും വാങ്ങി ജയിക്കുന്ന, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനം എങ്ങനെയൊക്കെയാണോ അതിൻ്റെ ഉപഭോക്താവായി മാറിയ നരേന്ദ്രമോദി എന്ന വ്യക്തി, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി, എങ്ങനെയാണ് എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്നത്? അതായത് എപ്സ്റ്റീൻ പോലുള്ള, കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, വിവാദകരമായിട്ടുള്ള, കൃത്യമായി അയാളെക്കുറിച്ച് നമുക്കറിയാം അമേരിക്ക ശിക്ഷിച്ച ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ കോൺഫിഡൻഷ്യൽ രേഖകളിലൊക്കെ എങ്ങനെയാണ് ഒരു ഇന്ത്യയിലെ ഒരു പൊളിറ്റീഷ്യൻ്റെ പേര് വരിക? നമുക്കറിയാം ഗുജറാത്ത് കലാപ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ അമിത്ഷായ്ക്കും വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയമുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ചുവന്ന പരവതാനി വിരിച്ച് നരേന്ദ്രമോദിയെ വിദേശ രാജ്യങ്ങളൊക്കെ ക്ഷണിച്ചു. ഹ്യൂസ്റ്റണിൽ വെച്ച് ഹൗദി മോദി പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. നമ്മളെല്ലാവരും കേട്ട കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുമ്പോഴാണ് ചില വിഷയങ്ങളിൽ ആധികാരികത പുനഃപരിശോധിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു വരുന്നു. ഏതായാലും കൃത്യമായി പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട വിഷയം, ജോർജിയ മെലോനിയുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും അത് പാർലമെന്റിൽ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം നീങ്ങുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എപ്പോഴും BJP പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പുത്രനല്ല, രാഹുൽ ഗാന്ധിയുടെ ജനനം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരത്വം പൂർണ്ണമായി നൽകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച ഒരു വലിയ നേതാവിൻ്റെ മകനാണ്. ഒരു കുടുംബ ഹെജിമണി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി പൊളിറ്റിക്സിൽ ഉയർന്നു വന്നതാണ്. മോദി എന്നാൽ അങ്ങനെയല്ല, സാധാരണ നിലയിൽ നിന്നും താഴേക്കിടയിൽ നിന്നും എത്തി ഇത്രയും ഉയരങ്ങളിൽ എത്തിയവനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തി ആ സ്ഥാനത്തിന് യോഗ്യതയുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് അവശേഷിക്കപ്പെടുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്നു കൊണ്ട് ഏറ്റവും വലിയ ആരോപണങ്ങളാണ് നരേന്ദ്രമോദിക്കെതിരെ സുബ്രഹ്മണ്യ സ്വാമി അഴിച്ചുവിട്ടത്. മന്ത്രിസഭയിലെ ഓരോ പ്രമുഖർക്കെതിരെയും നിരന്തരമായി സുബ്രഹ്മണ്യ സ്വാമി ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പ്രതിപക്ഷത്തിനൊരു ശക്തമായ ആയുധമാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷെ അത് രാജ്യത്തെ കൃത്യമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എല്ലായിടത്തും ഒരേ രീതിയിൽ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമായി പോയി.